5 loaves and 2 fishes. 5 അപ്പവും 2 മീനും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ എല്ലാ സുവിശേഷത്തിലും 4 സുവിശേഷത്തിലും ഈ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആരും മറന്നിട്ടില്ല. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന കാര്യമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക് കൊടുത്തു. കൂടാതെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യമാർ, മക്കൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു 20,000 പേർക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് ഭക്ഷണം കൊടുപ്പിച്ച ആ ദൈവത്തെയാണ് നമ്മുടെ മുമ്പിൽ കാണാൻ പോകുന്നത്. ഇത് വളരെ വളരെ എന്നെ ടച്ച് ചെയ്തൊരു ഏറിയാണ്. ഞാനിത് പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെയല്ല, ഈ അടുത്ത ദിവസങ്ങൾ എന്നെക്കുറിച്ച് അത് കൂടുതൽ എന്നെക്കുറിച്ച് ആത്മാവിൽ ചിന്തിപ്പിച്ചതുകൊണ്ട് ഇത് ഞാൻ എടുക്കുന്നത്. 9 ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 12 തൊട്ട് 17 വരെ, മത്തായിയുടെ സുവിശേഷത്തിലുണ്ട് 14 തൊട്ട് 14-ാം അധ്യായത്തിൽ, മാർക്കോസ്, ലൂക്കോസ് എല്ലാത്തിനകത്ത് ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ലൂക്കോസിൻ്റെ സെയിം തിങ് ആണ്. 12 തൊട്ട് വായിക്കുകയാണ്. പകൽ കഴിയാറായപ്പോൾ പന്തിരുവർ അടുത്ത് വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കും കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുപ്പീനെന്ന് പറഞ്ഞു. 5 അപ്പവും 2 മീനും അല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊണ്ടുവരണമോ എന്ന് അവർ പറഞ്ഞു. ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തിയായി ഇരുത്തുവീനെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാർക്ക് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം 12 കൊട്ടയെടുത്തു. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അത്ര മതി. 5 അപ്പവും 2 മീനും 5000 പേർക്കും കൂടെയുള്ളവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞ് 12 കൊട്ട അധികം ഉണ്ടായിരുന്ന ഇടയ്ക്ക് അവർ ശേഖരിച്ച് തിരിച്ചെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എവിടെ യേശു ഉണ്ടോ അവിടെ ആളുകൾ ഒന്നിച്ചു കൂടുന്നുണ്ട്. അവിടെ ഇത്രമാത്രം ആളുകൾ കൂടാനും തക്കവണ്ണം അത് ചിന്തിക്കേണ്ടിയിരിക്കുക. അങ്ങനെയാണ് യേശു ഉണ്ടെന്നറിഞ്ഞപ്പം 20,000 പേര് ഒന്നിച്ചു കൂടുന്നത് എങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് പുറകോട്ട് നമ്മൾ വായിക്കും നമുക്ക് മനസ്സിലാക്കുന്നത് പെസഹായുടെ സമയമായിരുന്നു. അതുകൊണ്ടാണ് ദേശാദേശങ്ങളിലുള്ള എല്ലാവരും, നമ്മൾ ഈ ഹജ്ജിനൊക്കെ പോകുമ്പം ആളുകളെല്ലാം എന്തുമാത്രം ആളുകൾ അവരൊരു സമയത്ത് അവർക്ക് നിർബന്ധമാണ് ആ സമയത്ത് അവിടെ കൂടണമെന്ന്. അങ്ങനെ തന്നെയാണ് യഹൂദന്മാർക്ക് പെസഹായുടെ സമയത്ത് അവരെല്ലാവരും ഒന്നിച്ചു കൂടിയത്. ആ ഒരു സമയത്താണ് ഇവർ യേശുവിനെക്കുറിച്ച് കേൾക്കുന്നതും യേശു ഉണ്ടെന്നറിഞ്ഞിട്ട് യേശുവിൻ്റെ പുറകെ വചനം കേൾക്കാനായിട്ട് വരികയാണ്. എവിടെ യേശു വരുമോ അവിടെ ആളുകൾ കൂടും. എവിടെ ആളുകൾ കൂടുമോ അവിടെ ദൈവം വചനം പറഞ്ഞു കൊടുക്കും. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എവിടെ ദൈവം, നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് അല്പനേരം ഒന്നിച്ച് കൂടുമ്പോൾ ഭക്ഷണം കഴിച്ച് വെച്ച് സന്തോഷിച്ച് തിരിച്ചു, അതിനു മുൻപ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ആ മീറ്റിംഗ് കൊണ്ട് തന്നെ പ്രയോജനം. എവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ദൈവവചനം പറയുകയാണ്. ഇവിടെ യേശു രാവിലെ തൊട്ട് രാത്രി വരെ വൈകിട്ട് വരെ വചനം പറഞ്ഞിട്ടും അവർക്കാർക്കും ക്ഷീണമോ പ്രയാസമോ ഉണ്ടായതായിട്ട് നമ്മളെ കാണുന്നില്ല. പിന്നെ ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ്, രാത്രിയാകാൻ പോകുന്നുണ്ടല്ലോ, ഇവർ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കുകയാണ്, അടുത്തങ്ങോട്ട് കടകളുമില്ല, അല്ലെ പിന്നെ ഇത്രയും പേർക്കുള്ള ഭക്ഷണം പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒക്കുമോ, അതുകൊണ്ട് ഇവരെ തിരിച്ചു പറഞ്ഞു വിടണമേ എന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർ അവിടെ യേശുവിൻ്റെ അടുക്കൽ വന്നേച്ച് പകൽ കഴിയാറായപ്പോൾ അവർ അടുക്കൽ ഓടി വന്നേച്ച്, അയ്യോ ഈ മരുഭൂമിയിലായിരിക്കൊണ്ട് പുരുഷാരം പുറത്തു പോയിട്ട് രാത്രി പാർക്കാൻ സ്ഥലം വേണം. അപ്പോൾ ഇതൊരു മരുഭൂമിയാണ്, അവിടെ ഭക്ഷണമില്ല, ഇവർക്ക് വിശപ്പുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രിസ്തു ഈ കാര്യം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കണം. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുമ്പം യേശു അത് തിരിച്ച് നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം കൊടുക്കുവീൻ. ഏതൊരു ഭാരം ജീവിതത്തിൽ ഉണ്ടായെങ്കിലും ക്രിസ്തു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ ഇൻവോൾവ് ചെയ്യുന്നതാണ്, നമ്മളെ കൂടെ ചേർത്ത് ചെയ്യിപ്പിക്കും. അല്ല ഞാൻ നിങ്ങളങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ ഇങ്ങോട്ട് വേണം, നാളെ തൊട്ട് എൻ്റെ പേപ്പർ വരട്ടെ, അതൊന്നും യേശു ചെയ്യുന്നില്ല. He doesn't do that. He does it in a very dignified way, in a very
ട്രാൻസ്പെറൻറ്റ് വേ. അപ്പം കർത്താവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കർത്താവ് ഒരു ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ അവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞതിന് അവർ നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ അവരെ തിരിച്ചേൽപ്പിക്കുക. അപ്പോൾ അവർ പറയും നമ്മുടെ കയ്യിലൊന്നുമില്ല, 200 റിയാലിന് ഭക്ഷണം വാങ്ങിച്ചാൽ തന്നെ ഒന്നും ആകത്തില്ല, അത് 7 മാസത്തെ ശമ്പളമാണെന്ന് പറയുന്നു, അതുകൊണ്ടൊന്നും ആകത്തില്ല. പിന്നെ ഇവിടെയൊക്കെ കടകളിലൊന്നും ഇല്ല താനും, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ആകെക്കൂടെ ഒരു ബാലൻ്റെയിൽ 5 അപ്പവും 2 മീനും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇവിടെ 5 അപ്പവും 2 മീനും കൊടുക്കാൻ ഒരു ബാലൻ്റെയിൽ അത്ര മാത്രമുള്ളതെന്ന് അവരെല്ലാവരും അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പാക്കറ്റ് കൊണ്ടുവരുന്നു എന്നൊക്കെ ചിലർ വ്യാഖ്യാനം പറയുന്നത് കേൾക്കാം. ചുമ്മാതെ ദൈവത്തിൻ്റെ സത്യത്തെ വളച്ചൊടുക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ കാണില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വേദപുസ്തകത്തിൽ അത് എഴുതി വെച്ചേനേം വരും. കർത്താവ് ദാവീദിൻ്റെ നന്മയും തിന്മ സ്വഭാവം മനുഷ്യന് മുമ്പിൽ പറയാത്തത് വരെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് അത് എഴുതാൻ പാടാ. ആരെയാണ് ഈ വിളിക്കുന്നത്? ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്? യേശു പറയുകയാണ്, യേശു പറയും, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക, നിങ്ങൾ എൻ്റെ കൂടെ നടന്നവരല്ലേ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ലേ, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പിന് അന്ന് പറഞ്ഞ് 5 അപ്പവും 2 മീനും ഉണ്ടെന്ന്. എന്നിട്ട് കർത്താവ് എന്തുവാ പറഞ്ഞത്? ഇവരല്ലേ ഞങ്ങൾ പോയി സകലത്തിന് പൂജ്യങ്ങൾ കൊടുക്കണം. അതെന്ത്? ഏകദേശം 5000 പുരുഷന്മാരുണ്ട്. പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരുടെ അവരെ 50 വീതം പന്തി 50 പേരെ വീതം ഇരുത്തുകയാണ്. 50 പേരെ ദൈവം ഇരുത്തുക. ഒരു ഓർഡറുണ്ട്. ഈ 50 പേര് അവരുടെ കയ്യിൽ കൊണ്ടുവന്ന പാക്കറ്റ് അന്നേരം എടുത്ത് വിതരണം ചെയ്തെന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പവും മീനും മാത്രമാണ്. അവരെല്ലാവരും 5 അപ്പവും മീനും കൊണ്ടുവന്നു. നമ്മൾ ദൈവത്തെ കാണേണ്ട വിധത്തിൽ കാണണം. കർത്താവ് ആരും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇറ്റ് റിയലി സംടൈംസ് ഈ ഓരോ വ്യാഖ്യാനങ്ങൾ വേദപുസ്തകത്തിനെക്കുറിച്ച് എഴുതുന്ന കാണുമ്പോഴുണ്ടല്ലോ, മനുഷ്യന് അതിബുദ്ധി കൂടിയിട്ട് ഓരോന്ന് എഴുതി വെക്കുമ്പോൾ ദൈവത്തെ ചെറുതാക്കാൻ നോക്കുകയാണ്. ആരാണ് ഈ ദൈവം? പഴയ നിയമത്തിൽ ഈ ക്രിസ്തു പഴയ നിയമത്തിൽ പാറയായിട്ട് വെള്ളം കൊടുപ്പിച്ചവനാണെന്ന് ഓർക്കണം. പഴയ നിയമത്തിൽ യേശു ക്രിസ്തു പാറയായിട്ട് ഇവരുടെ കൂടെ നടന്നവനാണ്. പകൽ മേഘസ്തംഭൻ, രാത്രി അഗ്നിത്തൂണായിട്ട് നടന്നവനാണ്. ഉൽപ്പത്തിയിൽ യേശുക്രിസ്തു വചനം ജഡമാക്കിയവനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അവനെ ചെറുതാക്കി ഒരിക്കലും കാണാൻ. ആരാണ്? 6 ദിവസങ്ങളും തൻ്റെ വാ കൊണ്ട് പറഞ്ഞ് സകലത്തിനെയും സൃഷ്ടിച്ചവനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. 3 1 1 3 അവർ 3 ഒരുപോലെയാണ്. അപ്പോൾ പിതാവിനും കൊടുക്കണം സ്ഥാനം, ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കണം, പരിശുദ്ധ. അപ്പോൾ അതിലൊരാളാണ് ക്രിസ്തു ഈ മുമ്പിൽ വന്നിരിക്കുന്നത്. 40 വർഷം മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ നടന്നപ്പോൾ അവർക്ക് ഭക്ഷണം മന്നായിട്ട് കൊടുത്തതും കാടപ്പക്ഷി അയച്ചു കൊടുത്തതും ഈ ക്രിസ്തു തന്നെയാണ്. അപ്പോൾ പറയുന്നുണ്ടല്ലോ, മോശയല്ല ഭക്ഷണം കൊടുത്തത്, ഞാനാണ് ഭക്ഷണം കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ആരുടെ തലയിൽ കയറുന്നുണ്ട്? ആരുടെ തലയിലെ ബുദ്ധി വർദ്ധിക്കുന്നുണ്ട്? നമ്മൾ അമിത ബുദ്ധിയിലോട്ട് പോകാതെ ഈ ദൈവം അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവൻ്റെ വചനത്തെയും അവനെയും ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോൾ ഈ 40 വർഷം ഇതിൽ കൂടുതൽ ആളുകൾക്ക് മന്ന കൊടുത്ത് ഭക്ഷിച്ചു. ഇന്നലത്തെ മന്ന എടുത്താൽ ഇന്നത് അഴുക്കായിപ്പോയി. അന്നുള്ള ഫ്രഷാണ്. അല്ലെ നമ്മൾ പറഞ്ഞേന് കൊണ്ടുവന്നവരെല്ലാം സൂക്ഷിച്ച് വെച്ചത് അവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നാന്ന്. ഇപ്പം പറയുന്ന പോലെ വേറെ ആരാണ്ടൊക്കെ പാക്കറ്റ് കൊണ്ടുവന്ന് എടുത്തു കൊടുത്തെന്ന്. അത് ഞാൻ പറയുന്നത്, ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ മോൾ അവിടെയാണ് പഠിച്ചത്, അമേരിക്കയിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ തിയോളജി പഠിപ്പിക്കുന്ന ആൾ ഒരു എത്തീസ്റ്റാണ്, ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവനാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സത്യവചനം പഠിപ്പിക്കുന്നവർക്കൊരു വിശുദ്ധി വേണം. അത് വിശ്വാസം ഇല്ലാത്ത ഒരാളെ കൊണ്ടുപോയി അവരെ അധികാരമായിട്ട് പഠിപ്പിക്കാൻ അനുവദിക്കരുത്. മനുഷ്യൻ അധപ്പതിക്കുന്നതിന് ഒരു അറുതി വേണ്ടേ? എന്താണ്? സോദോം ഗൊമോറ പോലെ തന്നെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ, അടുത്ത തലമുറകളെ നശിപ്പിക്കുന്ന ഒരു കാലയളവിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ ഒരു സ്ത്രീകൾക്ക് ആഗ്രഹമില്ല. കോമൺ ലോ വൈഫ്, അതായത് ഒന്നിച്ച് ജീവിക്കുക. ഒന്നിച്ച് ജീവിക്കുന്ന എന്ത് കവനൻ്റാണ്, എന്ത് കമ്മിറ്റ്മെൻറ്റാണ്. യു ആർ ഡെസേർട്ടിങ് യുവർ ചിൽഡ്രൻ. അങ്ങനെ നാശത്തിലേക്ക് പോകുന്ന ഒരു തലമുറയുടെ നടുക്കാണ് നമ്മൾ ഈ സത്യദൈവത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നത്. ദൈവത്തിനത് പ്രയാസമുള്ള കാര്യമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത്. ലെറ്റ് us റീഡ് ഇറ്റ്. ആക്ച്വലി വചനം പറയുന്നതിന് നിങ്ങളെ ഇരുത്താൻ പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ 50 പേര്. അവർ അങ്ങനെ ചെയ്തു. എന്തെടുത്തു? യേശു തൻ്റെ 5 അപ്പവും 2 മീനും ആ ബാലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷന്മാർക്ക് വിളമ്പുവാൻ കൊടുക്കും. എല്ലാവരും തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട എടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം താനാകുന്ന, അതാണ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 6 പറയുന്നുണ്ട്, ഞാനാണ് ജീവൻ്റെ അപ്പം.
അത് വായിക്കാം, ഇതിനോട് കോറിലേറ്റ് ചെയ്ത് വായിക്കാം. എത്ര ശക്തമായ വിധത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് സംസാരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്നതാണ്. 6-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്. ഇതാണ് മെയിൻ ലൈൻ ചർച്ചസ് എന്നും എടുക്കുന്നത്. 6:53. ആമേൻ ആമേൻ യേശു പറയുന്നു. യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട്. യോഹന്നാൻ്റെ 6:58. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തുള്ളൂ. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. അപ്പം നമ്മൾ ഈ ഗോതമ്പ് വെച്ച് അപ്പം ഉണ്ടാക്കുമ്പോഴും അല്ല നമ്മൾ അരി കൊണ്ട് അപ്പം ഉണ്ടാക്കുക, നമ്മൾ ചിന്തിക്കണം ഇതെല്ലാം ദൈവത്തിൻ്റെ സബ്സ്റ്റൻസ് നമുക്ക് ദൈവം തന്നതാണ്. ദൈവം ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല. സൃഷ്ടിച്ച ദൈവം കള്ളം പറയാനൊക്കത്തില്ലല്ലോ. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം പറയാം. നമുക്ക് ദൈവത്തിലേക്ക് കടന്നേല. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മുൻപിൽ വന്ന് നിന്നാലും ആത്മാവില്ലെങ്കിൽ മനസ്സിലാക്കത്തില്ല. സാധുക്യന്മാരും ഫാരിസികളും കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പഴയ നിയമം മുഴുവനും അരിച്ച് പഠിച്ച് കാണാതെ അറിയാവുന്നവരുടെ മുമ്പിൽ യേശു വന്ന് നിന്നിട്ട് അവർ യേശു ആരെന്ന് കാണാതെ പോയി. കർത്താവെ അവരുടെ ഉൾക്കണ്ണ് അടഞ്ഞുപോയി. വചനം ഒത്തിരി പഠിച്ചിട്ട് വെച്ചിട്ടും ആത്മാവിൻ്റെ ഉറവിടമില്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ ഞങ്ങളെ നിർത്തണം. അതാണ് ഏറ്റവും പ്രധാനം. പരിശുദ്ധാത്മാവെന്ന ഒറ്റമൂലിയാവുന്ന ഉത്തരം കിട്ടാതെ ആത്മാവിൻ്റെ നിറവ് കിട്ടരുത്. ദൈവമാവുന്ന പരിശുദ്ധാത്മാ ഞങ്ങളിൽ വസിക്കുമെന്ന് യോഹന്നാൻ്റെ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ വന്നാലോ നിങ്ങളെ ഞാൻ ആത്മാവിൽ നിറയ്ക്കുമെന്ന് പറഞ്ഞ ദൈവം എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് വേറെ പലതരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാതെ സത്യവചനം സത്യത്തിൻ്റെ ആത്മാവിലും ദീർഘദൃഷ്ടിയിലും കണ്ടിട്ട് കർത്താവ് ആരെന്ന് മനസ്സിലാക്കി വചനം വായിക്കാനുള്ള കൃപ തരണേ അപ്പച്ച. ഇതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഓരോ പ്രശ്നം വരുമ്പോൾ ഞങ്ങളുടെ സ്വയബുദ്ധിയിൽ ഇത് പരിഹരിക്കാൻ ഒക്കത്തില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന അപ്പച്ച. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾക്കുള്ളത് നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക അപ്പച്ചൻ. അതെടുത്ത് വാഴ്ത്തി സ്വർഗത്തിലേക്ക് നോക്കി പിതാവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് കഴിയുമ്പം അത് അനുഗ്രഹമാക്കി മാറ്റും. അങ്ങനെ ഏത് പ്രയാസവും കഷ്ടവും ദുഃഖവും പ്രയാസങ്ങളും പണത്തിൻ്റെ ദാരിദ്ര്യമൊക്കെ വരുമ്പോൾ നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നാഥ ഇതിന്മേലപ്പച്ചൻ്റെ ശ്വാസം ഊതണമേ, പിതാവിൻ്റെ സന്നിധിയിൽ ഇത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരുന്നതായിട്ട് ഞങ്ങളൊന്ന് കണ്ടോട്ടെ കർത്താവേ. അങ്ങനെ അസാധ്യങ്ങളെ നിഷ്പ്രയാസം സാധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലായി. കർത്താവിന് തെറ്റുപറ്റത്തില്ലല്ലോ കർത്താവേ. അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും തലമുറകളെയും ഇത് പഠിപ്പിക്കണമേ. നാഥൻ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ നേരിട്ട് നിൻ്റെ അടുക്കൽ വന്ന് വരാനുള്ള ആ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതേ കൃപാസനത്തിലേക്ക് ധൈര്യസമേതം കടന്നു വന്നിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ എൻ്റെ കർത്താവ് സുബോധത്തിൻ്റെ ആത്മാവിൽ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിയോളജിയും ആർഗ്യുമെൻറ്റും വെക്കാതെ കർത്താവിൽ ഒരു കൈ പൊക്കിക്കൊണ്ട് നിൻ്റെ അടുക്കൽ വന്ന് അതാ ഇത് ചെയ്ത് തന്നേ പറ്റൂ എന്ന് പറയാനുള്ള കൃപയിട്ടാട്ടപ്പിച്ച തലമുറകൾക്ക് അനുഗ്രഹം വരുവാൻ തക്കവണ്ണം എൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവരെയും നിറച്ചേ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ചപ്പാടില്ല എങ്കിൽ മനുഷ്യൻ മരിച്ചവരെ പോലെ ജീവിക്കുന്ന പിച്ച. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ജീവൻ തന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.